നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം പങ്കെടുത്ത ആനന്ദ് അംബാനിയുടെ വിവാഹ ചടങ്ങിൽ ഏറ്റവും ശ്രദ്ധേയരായ താരകുടുംബം അമിതാഭ് ബച്ചന്റേത് തന്നെയായിരുന്നു. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ താരകുടുംബമാണ് ബച്ചന്റേത്. എന്നാൽ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നതെന്നാണ് ആരാധകർ കണ്ടെത്തിയിരിക്കുന്നത്. നടൻ കൂടിയായ അഭിഷേക് ബച്ചനും ഭാര്യയും നടിയുമായ ഐശ്വര്യ റായും തമ്മിലുള്ള അകൽച്ചയിലാണെന്നാണ് അഭ്യൂഹം. കഴിഞ്ഞ കുറേ കാലമായി താരങ്ങളുടെ പേരിനൊപ്പം ഇത്തരമൊരു വാർത്ത പ്രചരിക്കാറുമുണ്ട്. ഇപ്പോൾ അത് സത്യമാണെന്ന് പറയുകയാണ് സോഷ്യൽ മീഡിയ. മറ്റൊന്നുമല്ല, അംബാനി കല്യാണത്തിന് അഭിഷേകും സഹോദരിക്കും മാതാപിതാക്കൾക്കും ഒപ്പം എത്തിയതാണ് വാർത്തകളുടെ തുടക്കം. അഭിഷേക് മാതാപിതാക്കൾക്കൊപ്പം വന്നപ്പോൾ ഐശ്വര്യ മകൾ ആരാധ്യയും ഒരുമിച്ചാണ് വന്നത്. ശേഷം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതിന് ശേഷം വിവാഹാഘോഷത്തിൽ പങ്കെടുക്കുകയും മടങ്ങിപ്പോവുകയും ചെയ്തു. ഇതിനിടെ നടി രേഖയും ഐശ്വര്യയും തമ്മിൽ സ്നേഹം പങ്കുവയ്ക്കുന്ന ചില ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു. ബോളിവുഡിലെ പ്രമുഖ നടിയായ രേഖയും ഐശ്വര്യ റായും തമ്മിൽ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരാണ്. ഇരുവരും ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ചിരുന്ന കാലത്തെയുള്ള സൗഹൃദം ഇപ്പോഴും തുടർന്നു പോരുകയാണ്. വിവാഹ സ്ഥലത്ത് ഒരുമിച്ചെത്തിയ ഐശ്വര്യയും രേഖയും പരസ്പരം കാണുകയും കെട്ടിപ്പിടിച്ച് സ്നേഹം കൈമാറുകയും ചെയ്തിരുന്നു. ഇരുവരും സമാനമായ ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിച്ചാണ് എത്തിയത്. ഇതും ശ്രദ്ധേയമായി. പിന്നാലെ നടിമാരെ കുറിച്ച് നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരുന്നത്. ഇന്ത്യൻ സിനിമയിലെ 2 ലെജൻഡ് നടിമാരാണ് ഇരുവരും. രണ്ടാളും ഇനിയും ഒരുമിച്ച് സിനിമയിൽ വരണം എന്നൊക്കെയാണ് ആഗ്രഹം എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. അതേസമയം രേഖയും ഐശ്വര്യയും തമ്മിൽ അടുപ്പമുണ്ടെങ്കിലും ബച്ചൻ കുടുംബം അകറ്റി നിർത്തുന്ന നടിമാരിൽ ഒരാൾ തന്നെയാണ് രേഖ. മുൻപ് അമിതാഭ് ബച്ചനും രേഖയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഇതറിഞ്ഞ ഭാര്യ ജയാ ബച്ചൻ താരങ്ങൾക്ക് വിലക്ക് കൽപ്പിക്കുകയും ഇതോടെ അമിതാഭ് ബച്ചൻ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ആയിരുന്നു എന്നൊക്കെയായിരുന്നു കഥകൾ. പിന്നീട് ബച്ചനും രേഖയും തമ്മിൽ യാതൊരു സൗഹൃദവുമില്ലാതെയായി. എന്നാൽ മരുമകൾ രേഖയുമായി അടുപ്പം കാണിക്കുന്നതാണോ ജയാ ബച്ചനെ ചൊടിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ആരാധകർ. മാത്രമല്ല, ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് മാതാപിതാക്കൾക്കൊപ്പം നടന്ന അഭിഷേകിനെതിരെ രൂക്ഷ വിമർശനവും ഉയർന്നു. ലോക പ്രശസ്തയായ ഭാര്യയെയും ഏക മകളെയും ഉപേക്ഷിച്ച അഭിഷേക് അദ്ദേഹത്തിന്റെ അമ്മയുടെയും വിവാഹിതയായ സഹോദരിയുടെയും കൂടെയായിരുന്നു. നിങ്ങൾ സൃഷ്ടിച്ച കുടുംബത്തെക്കാൾ നിങ്ങൾ വളർന്ന കുടുംബത്തെ തിരഞ്ഞെടുക്കുമെന്ന് മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നത് മോശം പാരന്റിംഗ് കാരണമാണ്. നിങ്ങളെ ഓർത്ത് ലജ്ജ തോന്നുകയാണ്. മക്കൾ വളർന്നാൽ മാതാപിതാക്കൾ അവരുടേതായ സ്വാതന്ത്ര്യം കൊടുക്കണം. ബച്ചൻ കുടുംബത്തിന് യഥാർത്ഥ വജ്രം നഷ്ടപ്പെട്ടു. അത് ഐശ്വര്യ തന്നെയായിരുന്നു. മാത്രമല്ല, എന്തിനാണ് വിവാഹിതയായി പോയ മകളും അവളുടെ കുടുംബം എപ്പോഴും അമിതാഭ് ബച്ചന്റെയും അഭിഷേകിന്റെയും കൂടെ വരുന്നു എന്ന് മനസ്സിലാകുന്നില്ല. വിവാഹം കഴിഞ്ഞിട്ടും സ്വന്തം കുടുംബം ഭരിക്കാൻ ശ്വേത വന്നതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായതെന്നും ആരാധകർ ആരോപിക്കുകയാണ്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.